ഹായ് ഓൾ KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. മനോഹർ കിരണിൻ്റെ കയ്യിൽ നിന്ന് അടിയും കെട്ടിയിട്ട് മാറി നിൽക്കുകയാണ്. അപ്പോൾ വാഷ്റൂമിൻ്റെ സൈഡിലാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു വെയിറ്റർ വന്നിട്ട് ചോദിക്കുകയാണ്, സാറെന്താ ഇവിടെ നിൽക്കുന്നത്? അത് വയറിന് നല്ല സുഖമില്ല, ഒന്നുകൂടി വാഷ്റൂമിലേക്ക് പോകേണ്ടി വരും, അതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ബാക്കിൽ ഡോറുണ്ടോ? ഉണ്ട് സാർ. എന്തിനാ ഓടാൻ? എന്താ സാർ? അല്ല, വയറിന് വല്ലാതെ സുഖമില്ലാതെ വന്നാൽ മുൻവശത്തു കൂടി പോകുന്നത് ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ പിറകുവശത്തു കൂടി ഓടാൻ വേണ്ടിയിട്ടാണ്. സാറിൻ്റെ വൈഫല്ലേ സാറേ അവിടെ ഇരിക്കുന്നത്? ആ, അതെ അതെ അതെ. നിഷ മെനു നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കിരണും കല്യാണിയും ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പറയാണ്, അവളുടെ തകർച്ച എന്തായാലും ഉറപ്പാണ്, പക്ഷേങ്കിൽ ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ കരുതിയില്ല. കിരൺ പറയാണ് കല്യാണിയോട്. അതെ, എന്നാലും അവളുടെ ജീവിതം തകർന്നില്ലേ കിരണേട്ടാ? തകർന്നതല്ല, തകർത്തതാ, സ്വന്തം സ്വഭാവം കൊണ്ട്. പഴയ കാലത്തൊക്കെയാ ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ശിക്ഷ ഒരുപാട് വൈകി കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ കൺമുന്നിൽ തന്നെ കാണാം. അത് നിൻ്റെ അനുഭവം കൊണ്ട് തന്നെ നിനക്കറിയാലോ. വാ പോകാം എന്ന് പറഞ്ഞ് അവർ നിഷയുടെ മുമ്പിലെത്തി. എന്നിട്ടൊന്ന് ചുമക്കുകയാണ് കിരൺ. അപ്പോൾ നിഷ നോക്കി ഒന്ന് ശ്രദ്ധിച്ചു. എന്നിട്ട് കിരൺ ചോദിക്കുകയാണ്, ഞങ്ങളെ അറിയോ? അറിയാതെ പിന്നെ? എൻ്റെ ചേച്ചി എന്ന് പറയുന്നവൾക്ക് ഇപ്പോൾ സംരക്ഷണം കൊടുക്കുന്നത് നിങ്ങളൊക്കെയല്ലേ? ആ, അപ്പോഴേ നമ്മളെ അറിയാം. എന്താ ഇവിടെ? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ഹോട്ടലിലേക്ക് വരുന്നത് എന്തിനാണെന്ന് അറിയാമായിരിക്കുമല്ലോ. കല്യാണം കഴിഞ്ഞ് പുതുമോടിയിൽ ഇറങ്ങിയതാണെന്ന് മനസ്സിലായി. അല്ല, നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ? ഇതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? അപ്പോൾ കല്യാണി പറയാണ്, അല്ല, വെറുതെ ചോദിച്ചതാ. അന്ന് കല്യാണത്തിന് വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ മുഖം കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇപ്പോഴെങ്കിലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരെയും കാണിക്കരുത്, കല്യാണി പറയുക. സ്വന്തം ഭർത്താവിനെ പൊതിഞ്ഞു വെച്ചോ, അതാ നല്ലത്. നിങ്ങളോടൊന്നും സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല, പിന്നെയല്ലേ ഹസ്ബൻഡിനെ കാണിച്ചിരുന്നത്. വീട്ടിൽ നിന്ന് പടി അടച്ച് പിണ്ടം വെച്ച ഒരുത്തിയുണ്ട്. അവളുടെ സുഹൃത്തുക്കളും നമ്മൾക്ക് അവളെപ്പോലെ തന്നെയാണ്. മേഘനയുടെ ഹസ്ബൻഡ് അവളുടെ ഭാഗ്യക്കേട് കൊണ്ട് മരിച്ചു. ആ ദുഃഖത്തിൽ നിന്ന് ഈ ജന്മം അവൾക്ക് മോചിതയാവാൻ പറ്റില്ല. എങ്കിലും ഇപ്പം അവൾ ശാന്തമായൊരു ജീവിതം നയിക്കുക. എന്നാൽ അവളെ വേദനിപ്പിച്ചതിന്, അവളെ ശിക്ഷിച്ചതിന് നിനക്ക് ദൈവം അതിനുള്ള മറുപടി ബാക്കി വെച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, അവളെ വേദനിപ്പിച്ചതിന് ദൈവം എനിക്ക് എന്ത് ശിക്ഷ തന്നാലും ഞാൻ 2 കൈയും നീട്ടി സ്വീകരിച്ചോളാം. ആ, സ്വീകരിക്കണം. പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ അടുക്ക് വന്നാൽ അവൾ നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുകയുള്ളൂ. എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ഒരിക്കലും അവളുടെ മുമ്പിലേക്ക് പോവില്ല. അങ്ങനെ ഒരു ഗതികേട് എനിക്കുണ്ടാവില്ല. അപ്പോൾ കല്യാണി പറയാണ്, കിരണേട്ടാ നമുക്ക് പോകാം. അപ്പോൾ കിരൺ പറയാണ് നിഷയോട്, വിവാഹ ജീവിതമൊക്കെ നന്നായിട്ട് ആസ്വദിക്കുക. വാ കല്യാണി എന്ന് പറഞ്ഞ് കിരണവും കല്യാണിയും അവിടെ നിന്ന് പോയി. അപ്പോൾ നിഷ ഒരു വല്ലാത്ത വിഷമത്തോടെ നിൽക്കുകയാണ് അവിടെ. എന്തൊക്കെയാ സംഭവിച്ചത് മാതിരി. അപ്പോഴാണ് അവിടേക്ക് മനു വരുന്നത്. അവൻ വന്നിട്ട് പറയാൻ, ഭക്ഷണത്തിന് ഓർഡർ ചെയ്തോ മോളോ? ആ, ചെയ്തു. അപ്പോഴാണ് അവൾ മുഖം ശ്രദ്ധിച്ചത്. എന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ റോണിയേട്ടാ മുഖത്തൊരു പാട്? ഒന്നും പറയണ്ട, അതുകൊണ്ടല്ലേ ഞാൻ വരാൻ വൈകിയത്. ബാത്റൂമിൽ കയറിയപ്പോൾ എന്തോ കടിച്ചതാ. അട്ടാമ്പുഴുവാണെന്നാ തോന്നുന്നത്. നീളത്തിൽ ആട്ടിക്കളഞ്ഞു. അതിനകത്ത് കയറിയതേ ഓർമ്മയുള്ളൂ. ചൊറിച്ചിലോട് ചൊറിച്ചിലായിരുന്നു. എന്തോ ഒരു സാധനം എടുത്ത് കളഞ്ഞു. എന്തായാലും ചെലന്തിയല്ല. എന്തായാലും ഇത് വലിയ കഷ്ടമായിപ്പോയല്ലോ. ഇത്രയും വലിയ ഹോട്ടലിൻ്റെ വാഷ്റൂമൊന്നും ശരിയില്ലെന്ന് പറഞ്ഞാൽ അത് കംപ്ലൈൻറ്റ് ചെയ്യണ്ടേ? ഇതിനകത്ത് ഇവിടെ കാണുന്നതൊക്കെയേ ഉള്ളൂ, ബാത്റൂമൊക്കെ കണക്ക് തന്നെയാണ്. അപ്പം നിഷ പറയാണ്, എന്നാൽ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒഴിഞ്ഞ ഒരു ഭാഗത്തുള്ള ഹോട്ടലല്ലേ എന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. അധികം പരിചയക്കാരൊന്നും വരാനുള്ള സാധ്യതയും ഇല്ല. അവിടെയാണ് തെറ്റിയത്. വരാൻ പാടില്ലാത്തവരൊക്കെയാണ് ഇവിടെ വരുന്നത്. എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞവളെ സംരക്ഷിക്കുന്ന 2 പേരുണ്ടല്ലോ, ഒരു കല്യാണിയും അവളുടെ ഭർത്താവും. ഇപ്പം ഇവിടെ വന്ന് 1ഉം 2ഉം പറഞ്ഞു പോയതേ ഉള്ളൂ. എന്ത് പറയാനാ, എൻ്റെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞത്. റോണിയേട്ടൻ ആ സമയത്ത് വന്നിരുന്നെങ്കിൽ ഏട്ടനെ കൂടെ കാണിച്ചു കൊടുക്കായിരുന്നു. അവളുടെ ഭർത്താവ് പോലും എൻ്റെ റോണിയേട്ടൻ്റെ മുമ്പിൽ ഒന്നുമല്ല, ആ കല്യാണിയുടെ. എന്തിനാ അത്തരക്കാരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നേ? നിൻ്റെ ചേച്ചിയെ സംരക്ഷിക്കുന്നവരെ വരല്ലേ, അല്ലാതെ അവരുമായിട്ട് നമ്മൾക്ക് പരിചയവും ഇല്ല, മുൻവൈരാഗ്യവും ഇല്ല. അങ്ങനെയുള്ളവർ എൻ്റെ മുമ്പിലേക്ക് വരേണ്ട കാര്യമില്ലല്ലോ.
അവർ അവരുടെ പാട് നോക്കി പോവല്ലേ വേണ്ടത്. അതും ശരിയാ, ഒരു കണക്കിന് നീയും നിൻ്റെ അമ്മയും ഒക്കെ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ. അങ്ങനെ അവർ സംരക്ഷിക്കുന്നത് കൊണ്ടല്ലേ നിൻ്റെ ചേച്ചി ഇടിച്ചു കയറി നിൻ്റെ വീട്ടിലേക്ക് വരാത്തത്. ആര് പറഞ്ഞു വരുന്നില്ലാന്ന്? ഏട്ടൻ ഒരു ദിവസം വീട്ടിലുള്ളപ്പോൾ വന്നിരുന്നു. അതുപോലെ കല്യാണത്തിന് വന്നില്ലേ, അതും ആ കല്യാണിയെയും കൂട്ടിയാണ് വരുന്നത്. അവൾക്കിത് എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എല്ലാ മനുഷ്യരെയും നന്നാക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിക്കണം. പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകുമല്ലോ. ഈ നാട്ടിൽ നിന്ന് ഒട്ടുമിക്ക ചെറുപ്പക്കാരും പോകുന്നത് ഇതുകൊണ്ടാ. ഈ നാട്ടിലുള്ളവരൊന്നും കൊള്ളില്ല നിഷ പറയാ. അതെനിക്ക് ഒരു 8-9 വർഷം മുമ്പേ തോന്നിയതാ. അതുകൊണ്ടല്ലേ 10-21 വയസ്സായപ്പോഴേ ഞാൻ കടന്നു കളഞ്ഞത്. നമ്മളെപ്പോലെ നന്മയുള്ളവർക്ക് ഈ നാട് കൊള്ളില്ല മോളൂ. അതിനൊക്കെ ബെസ്റ്റ് ഫോറിനില്ല. അതെ അതെ, അപ്പോഴേ അച്ഛനോടും അമ്മയോടും ഒരുങ്ങിയിരിക്കാൻ പറ. പോകുമ്പോൾ അവരെയും കൊണ്ടുപോകണ്ടേ? ആ ആ ആ അവരെ പെട്ടെന്നൊന്നും കൊണ്ടുപോകണ്ട റോണിയേട്ടാ. അല്ല, നമ്മൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോകുന്നത് ഹണിമൂൺ ട്രിപ്പിനല്ലേ? ആ ആ സമയത്ത് കൂടെ ആളുണ്ടാകുന്നത് കുഴപ്പമല്ലേ? എനിക്കെൻ്റെ റോണിയേട്ടനുമായിട്ട് 1-2 മാസം എൻജോയ് ചെയ്യണം. ആ എന്നാൽ പിന്നെ ആയിക്കോട്ടെ. അപ്പോൾ റോണിയേട്ടൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളുമാരുടെയൊക്കെ മനസ്സിരിപ്പ് മാത്രം കൊണ്ടാണ് ഇവളുമാരൊക്കെ തകർന്ന് തരിപ്പണാകുന്നത്. ഇവളൊരു സ്വർണ്ണമാല ഇട്ടപ്പോൾ മറ്റവളിട്ട മാല ഞാനങ്ങ് വിറ്റു. അത് വെച്ചിട്ടാ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. ഇതൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നിഷ ചോദിക്കുകയാണ്, ഏട്ടൻ എന്താ ചിന്തിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അച്ഛനെയും അമ്മയും കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞത് എൻ്റെ സ്വാർത്ഥതയായിട്ട് തോന്നിയോ? ആ കുറച്ച്. ഞാനേ അച്ഛനമ്മമാർക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഇത് കേട്ടപ്പോൾ എന്തോ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥ. അവരെ പിന്നീട് കൊണ്ടുപോകാം. എനിക്കും എൻ്റെ അച്ഛനെയും അമ്മയെയും ഒരുപാട് ജീവനാ. പിന്നെ 2-3 മാസം ഹണിമൂൺ ട്രിപ്പ് എന്ന് പറയുന്നത് നാട്ടിലായാലും നമ്മൾക്ക് മാത്രമായിരിക്കുമല്ലോ. അതിനിടയിൽ മറ്റുള്ളവർ വരുന്നത് പ്രയാസമല്ലേ? ശരി, അതാണ് കറക്റ്റ്. അല്ലെങ്കിൽ തന്നെ നാരീപൂജ ചെയ്ത് ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താ? അല്ല, ഈ നാരീപൂജ ചെയ്ത് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യ പറയുന്നതായിരിക്കണം വേദവാക്യം. ഞാനങ്ങനെയാണ് ജീവിക്കൂ. അല്ല, ഈ പുറത്തേക്ക് പോയവരിനി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ? അല്ല, കിരണും കല്യാണിയേ? ഏയ്, അവൻ തരാനുള്ളത് തന്നല്ലോ, ഇനി വരത്തില്ലായിരിക്കും. ഒരടി കൊണ്ടാലെന്താ, തൽക്കാലം സംഗതി കൊളായില്ലല്ലോ. അവളുടെ സ്വർണം മനസ്സിൽ കണ്ടിട്ട് പറയാണ്, നല്ല കനത്തിൽ കിടപ്പുണ്ട്, ഒരുപാട് സ്വർണം ഷെൽഫിലും ഉണ്ട്. ഇനി വേറൊരു പുളിങ്കൊമ്പ് പിടിക്കണം. ഇനി ദുബായ് ആയിരിക്കും നല്ലത്. കിരണും കല്യാണിയും നടന്ന് അങ്ങനെ കാറിൻ്റെ അടുത്തെത്തി. അപ്പോൾ കല്യാണി പറയാണ്, അവനെ അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവോ കിരണേട്ടാ? അപ്പോൾ കിരൺ പറഞ്ഞു, തൽക്കാലം നമുക്ക് അവനെ വെറുതെ വിട്ടേക്കാം. അതവൻ്റെ ഭാഗ്യമായിട്ട് അവൻ കരുതട്ടെ. അത്രത്തോളം മേഘനയെ വേദനിപ്പിച്ചവരാ അവളുടെ അനിയത്തിയും രണ്ടാനമ്മയും. സ്വത്തിനെയും പണത്തിനെയും സ്നേഹിക്കുന്നവർക്ക് ഒരു തിരിച്ചടി കിട്ടിയേ ശരിയാവൂ. അതവരവരുടെ കർമ്മത്തിൻ്റെ ഫലമാണ്. അപ്പോൾ കല്യാണി പറയാണ്, ശരിയാ. മേഘന താലികെട്ട് കാണാൻ പോയത് തന്നെ അനിയത്തിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അതുപോലെ തന്നെ അനിയത്തിക്ക് ഇങ്ങനൊരു ജീവിതം കിട്ടിയെന്നറിഞ്ഞാൽ 100% അവൾക്ക് സങ്കടമായിരിക്കും. അതുകൊണ്ട് അവളോടൊന്നും പറയണ്ട, കിരൺ പറയാ കല്യാണിയോട്. പക്ഷേ അവനവൻ്റെ പ്രവൃത്തികൾക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലേ പറ്റൂ. അത് നമ്മൾ തടയാൻ ശ്രമിച്ചാൽ അത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. എന്നാലും വല്ലാത്തൊരു ജന്മം തന്നെയാണ് ഈ മനോഹറിൻ്റേത്. അതെ, അവൻ കല്യാണം കഴിച്ച നിഷ എത്രാമത്തെ ഭാര്യയാണെന്ന് അവന് പോലും അറിയില്ല. എന്നാലും അവൻ്റെ കരണത്ത് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ട്. പാട് വീഴുന്ന രീതിയിലാണ് കൊടുത്തത്. അപ്പോൾ അവൻ്റെ ഭാര്യ അതിനെപ്പറ്റി ചോദിക്കുമല്ലോ. ചോദിക്കട്ടെ. പിന്നെ എന്ത് ചോദിച്ചാലും അതിനുള്ള തരണം ചെയ്യാനുള്ള ബുദ്ധി അവനുണ്ട്. അതുകൊണ്ട് ഈ സാഹചര്യത്തെയും അവൻ നിസ്സാരമായിട്ട് മറികടക്കും. നമ്മളന്ന് അവന് വാൺ ചെയ്തതല്ലേ, ഇനി ഒരു പെൺകുട്ടിയും ചതിക്കരുത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പറഞ്ഞാലും പിടിക്കപ്പെടുന്നത് വരെ അവൻ ഈ ബിസിനസ് തുടരും. ബിസിനസ്സോ? അതെ, നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുന്നത് പോലെ അവൻ്റെ ബിസിനസ്സാണ് ഈ കല്യാണം. ഈ ജന്മം അവൻ ജയിലിലാകുന്നത് വരെ അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. കേറ് വാ. ആദ്യം അവൻ്റെ ഈ അഹങ്കാരം ഒന്ന് അവസാനിപ്പിക്കണം. കിരണിനോട് കല്യാണി പറയാമെന്ന് പോകുന്ന വഴിക്ക് വെച്ചിട്ട്. അപ്പോൾ കിരൺ പറയാണ്, ആദ്യം അവനുമായിട്ട് അഹങ്കരിക്കുന്നവർ ഒന്ന് ഒതുങ്ങട്ടെ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് അവരറിയേണ്ട കാര്യമൊന്നുമില്ല. ഈ പറയുന്ന നിഷയും സരയും ഒക്കെ
കയ്യോടെ പിടിക്കുമ്പം അവൻ അറിഞ്ഞോളും. പിന്നെ അവർ തന്നെ അവനെ കൈകാര്യം ചെയ്തോളും. എന്തായാലും അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇവിടുന്ന് അവൻ മുങ്ങിക്കഴിഞ്ഞാൽ മറ്റേതെങ്കിലും നാട്ടിൽ പോയി അവൻ ജീവിക്കും. അങ്ങനെയൊന്നും അവന് ജീവിക്കാൻ പറ്റില്ല. അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇനി അവൻ കേരളത്തിൽ കൃഷി നടത്തില്ല. ഈ സ്റ്റേറ്റ് വിട്ട് അവൻ പോകാനും പോകുന്നില്ല. എങ്കിലും പെൺകുട്ടികളുടെ ജീവിതം വെച്ചാ അവൻ കളിക്കുന്നത്. എത്ര നിരപരാധികളുടെയാ ലൈഫ് ഇല്ലാതാക്കിയത്. അതിൽ നമ്മുടെ ഡോണയും ജുമാനയും ഒക്കെ പെടില്ലേ. അതിൻ്റെയൊക്കെ തിരിച്ചടി എന്നോണം വാർദ്ധക്യം വരെ അവനെ ജയിലിൽ കിടത്താനുള്ള വകുപ്പുണ്ട്. പ്രത്യേകിച്ച് നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ. ഏതായാലും ഒരിക്കൽ കൂടി അവൻ ഹണിമൂണൊക്കെ ഒന്ന് ആഘോഷിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കാം. നമ്മളെ പരിപാടിയൊക്കെ നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മൾക്ക് ടെക്സ്റ്റൈൽസ് പോകണ്ടേ? പോവാം. പിന്നെ കാണിക്കുന്നത് മനുവിനെയും നിശ്ചയമാണ്. രണ്ടുപേരും ന്യൂഡിൽസാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ അവൾക്ക് സ്പൂണിലാക്കിയിട്ട് കോരിക്കൊടുക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല, ആരെങ്കിലും കാണും. എൻ്റെ ഭാര്യ മോളോ, പിന്നെ ആര് കണ്ടാലും എന്താ? കവിളിലെ പാട് കൂടിക്കൂടി വരികയാണല്ലോ. ശരിക്കും ആരോ തല്ലിയത് പോലുണ്ട്. അയ്യോ ഇല്ല മോളൂ, ആട്ടാമ്പുഴു ആട്ടിയതാ. ഒരു വല്ലാത്ത കടിയായിപ്പോയി. കടിച്ചു കഴിഞ്ഞാൽ നീളത്തിലത് തടിച്ചു വരുന്നത്. കൈവിരലിൻ്റെ പാടുപോലെ. വീട്ടിലെത്തിയിട്ട് ഇത്തിരി എണ്ണ ഇട്ടാൽ മതി. ഇതങ്ങ് മാറിക്കോളും. മോള് കഴിക്കേ. ഇനിയും ഇതുപോലുള്ള ശല്യങ്ങൾ കയറി വരുമോ എന്ന് ആർക്കറിയാം. അപ്പോൾ അവൻ പറയാണ്, ആരും ഇങ്ങോട്ട് വരത്തില്ല എന്ന് കരുതിയാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെയും ആൾക്കാർ വന്നു തുടങ്ങി. ഭഗവാനെ, ഇവള് സരയുവിനെ പോലെ ഒരു അഹങ്കാരി ആയതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്നത്തോടെ എല്ലാം സ്വാഹ. മോളെ കഴിക്ക്. എനിക്കുടനെ ബോംബെക്ക് പോകാനുള്ളതല്ലേ. എന്നെ ഉടനെ കാണാൻ പറ്റില്ലല്ലോ. റോണിയേട്ടനെ കാണാതെ ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടുന്നാണ് ചിന്തിക്കുന്നത്. ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ. ഞാനങ്ങ് വിദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ. എന്നെ കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവനക്കൊരു ചുമ വന്നു. എങ്കിലും ആദ്യം ടിക്കറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് വരെ ചിലപ്പോൾ മോളെ കൊണ്ടുപോയില്ല എന്ന് വരും. പിന്നെ അവിടെ പോയി താമസ സൗകര്യങ്ങളൊക്കെ റെഡിയാക്കണ്ടേ. അവിടെ താമസിക്കാൻ വലിയ വില്ലയുണ്ട് എന്നല്ലേ പറഞ്ഞത്? ഉണ്ട്. എങ്കിലും കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ നല്ലൊരു സെറ്റപ്പിൽ വേണ്ടേ ജീവിക്കുക. അതുപോലെ തന്നെ ഒരുപാടായില്ലേ ഞാൻ നാട്ടിൽ വന്നിട്ട്. ഇനി അവിടെ പോയിട്ട് വേണം എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയെടുക്കാൻ തന്നെ. അതുപോലെ തന്നെ മോളെയും കൊണ്ട് വലതുകാല് വെച്ച് അകത്തോട്ട് കയറണം. അമേരിക്കൻ മലയാളികളൊക്കെ എനിക്ക് വലിയൊരു സ്വീകരണം തരുന്നുണ്ട്. അന്നേരെ ഈ താലിമാല മാത്രമേ ഇടാവൂ. അതെന്താ അങ്ങനെ? ഈ അമേരിക്കയിലുള്ള മലയാളിമാരില്ലേ, അവരൊക്കെ വലിയ കോടീശ്വരന്മാരാണ്. അവരൊരു 10 പവനിൽ കുറയാത്ത സ്വർണം തരും. എന്ന് വെച്ചാൽ അവരെല്ലാവരും കൂടി തരുന്നത് ഒരു 300 പവനെങ്കിലും കാണും. അതെല്ലാം കൂടി കഴുത്തിലും കയ്യിലും കാലിലും ഒക്കെ ഇടണ്ടേ. അപ്പോൾ മോളുവിൻ്റെ വീട്ടിലുള്ള പവൻ വലിയ ഭാരമായിരിക്കും. പിന്നെ അത്രയും സ്വർണം കൊണ്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് പോകാനും പറ്റില്ല. അതും ഒരു വിഷയമാണ്. അപ്പോൾ അവൾ പറയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യാം, എല്ലാം ഞാൻ റോണിയേട്ടനെ ഏൽപ്പിക്കാം. ലോക്കറിൽ വെക്കോ വിൽക്കോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അതെല്ലാം റോണിയേട്ടന് അവകാശപ്പെട്ടതല്ലേ. അല്ല, ഈ പെൺകുട്ടികൾക്ക് സ്വർണം വിൽക്കുന്നത് ഇഷ്ടമല്ല മോളൂ. എനിക്കൊരു വിഷമവും ഇല്ല. എന്നാൽ പിന്നെ അതൊക്കെ വിറ്റിട്ട് നമുക്ക് ഫിക്സഡ് ഇടാം. മോളുവിൻ്റെ പേരിൽ. എൻ്റെ പേരിൽ മാത്രമായിട്ട് ഇടണ്ട. നമുക്കൊരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാം. എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. അക്കൗണ്ട് തുടങ്ങിയിട്ട് ATM കാർഡ് എൻ്റെ കയ്യിൽ വെച്ചാൽ മതിയല്ലോ. എത്ര വേണേലും പൈസ വലിക്കാം. കഴിക്ക്. പിന്നെ കാണിക്കുന്നത് ടെക്സ്റ്റൈൽസിലെത്തിയ കിരണിനെയും കല്യാണിയുമാണ്. അപ്പോൾ അവർ സാരിയൊക്കെ എടുത്ത് നോക്കുകയാണ്. ഒരു സാരി സെലക്ട് ചെയ്തിട്ട് അവർ ഇഷ്ടപ്പെട്ട് എടുത്ത്, എന്നിട്ട് അതിന് ശേഷം പറയാം, ഇതിനെത്ര റേറ്റ് ആവും? 16,000. അപ്പോൾ കല്യാണി പറയാണ്, അയ്യോ 16,000ഓ? അപ്പോൾ കിരൺ പറയാണ്, നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, ഇവിടെ അതൊക്കെ പറയും. ഈ റേഞ്ചിലുള്ള സാരി എടുത്തോ. എന്തിനാ കിരണേട്ടാ ഇത്രയും വിലയുള്ളതൊക്കെ വാങ്ങുന്നത്? ഒരു 3 ജോഡി ഡ്രസ്സുമായിട്ട് വേണം നീ അങ്ങോട്ട് പോകാൻ. അവിടെ വരുന്നതൊക്കെ നല്ല റേഞ്ചിലുള്ള ആൾക്കാരായിരിക്കും. അവിടെ എൻ്റെ ഭാര്യ ഏറെ വ്യത്യസ്തയായിരിക്കണം. എല്ലാവരും മോഡേൺ ഡ്രസ്സുമായിട്ട് വരുമ്പോൾ നീ നല്ല തനി നാടൻ സ്റ്റൈലിലായിരിക്കണം പോകേണ്ടത്. എനിക്ക് കളർ സെലക്ട് ചെയ്യാനൊക്കെ നല്ല മിടുക്കുണ്ട്. അതേപോലെ തന്നെ നിന്നെ സാരി ഉടുത്ത് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ട് ഇവിടെ പൈസ ഒരു പ്രശ്നമാക്കുകയേ വേണ്ട. നിങ്ങൾ ഇപ്പോഴുള്ള പുതിയ കളക്ഷൻസ് എല്ലാം എടുക്കുക.
അപ്പോഴാണ് അവിടേക്ക് കാർത്തികയും നമ്മളെ പ്രകാശനും വരുന്നത്. അപ്പോൾ കാർത്തിക പറയാണ് അച്ഛൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുക്ക്. അപ്പോൾ പ്രകാശൻ പറയാണ് മോളെ അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടമൊന്നുമില്ല, മോൾക്ക് ഇഷ്ടപ്പെട്ടത് എടുത്താൽ മതി. മോൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യും, എന്നാലും അച്ഛനും കൂടി ഇഷ്ടപ്പെടണ്ടേ, വാ. അപ്പോഴാണ് കിരണിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കാർത്തികയും പ്രകാശനും വരുന്നത്. അപ്പോൾ കല്യാണിയോട് പറയാണ് ദേ കല്യാണി അങ്ങോട്ട് നോക്ക്. അതുപോലെ തന്നെ കാർത്തികയും പ്രകാശനോട് പറയുകയാണ് അതെ അത് ആരാണെന്ന് നോക്കിയേ. അങ്ങനെ അവിടെ വെച്ച് രണ്ടുപേരും പരസ്പരം കാണുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്. അതുവരെയും സീ യു ഓൾ.